നമസ്കാരം. ദേവൂസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രദക്ഷിണത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ പൂയ നക്ഷത്രത്തിൻ്റെ 2024 ഫലങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നക്ഷത്രങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായ നക്ഷത്രം എന്നറിയപ്പെടുന്ന പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർ പ്രസന്നമായ മുഖത്തോടു കൂടിയവരും വിദ്യയും ധനവുമുള്ളവരും ധാർമ്മിക കാര്യങ്ങളിലും ശാസ്ത്ര കാര്യങ്ങളിലും തൽപരരും പൊതുവിജ്ഞാനമുള്ളവരുമായിരിക്കും. പൂയ നക്ഷത്രക്കാർ സ്വന്തം ഗൃഹത്തോട് പ്രത്യേക മമതയുള്ളവരും ഏകാന്തത ഇഷ്ടപ്പെടുന്നവരും സ്വഗൃഹം വിട്ടുനിൽക്കാൻ ഇഷ്ടമില്ലാത്തവരുമാണ്. പൊതുവെ സഞ്ചാരപ്രിയരായ ഈ നക്ഷത്രക്കാർ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നേറുന്നവരും ചെറിയ കാര്യങ്ങളിൽ അസ്വസ്ഥരാകുന്നവരുമാണ്. ഏറ്റെടുക്കുന്ന ചുമതലകൾ ആത്മാർത്ഥമായി നിർവഹിക്കുന്ന ഈ നക്ഷത്രക്കാർ മിതവ്യയമുള്ളവരും ആത്മവിശ്വാസവും സൂക്ഷ്മതയുമുള്ളവരുമാണ്. ഉത്സാഹികളായ പൂയ നക്ഷത്രക്കാർ എടുത്തുചാട്ടം കൂടുതലുള്ളവരും ചിലപ്പോൾ വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുന്നവരുമാണ്. എന്നിരുന്നാലും ക്ഷമ, സഹാനുഭൂതി, സത്യസന്ധത, കുടുംബസ്നേഹം, ഉപകാരസ്മരണ എന്നിവയൊക്കെ ഈ നക്ഷത്രക്കാരുടെ മുഖമുദ്രകളാണ്. പൂയ നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളികളായിരിക്കും ഇവരുടേത്. ജീവിത പങ്കാളിയോട് അമിതമായ സ്നേഹവും വിധേയത്വവും പ്രകടിപ്പിക്കുന്നവരാണ് ഈ നാളുകാർ. ഇനി 2024 പൂയ നാളുകാരുടെ ഫലങ്ങൾ നോക്കാം. ഗുണങ്ങളും ദോഷങ്ങളും കൂടിക്കലർന്ന അനുഭവങ്ങളാണ് 2024 പൂയ നാളുകാർക്ക് നേരിടേണ്ടി വരുന്നത്. ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിലും പ്രതിസന്ധികളെ അല്ലെങ്കിൽ പ്രതിബന്ധങ്ങളെ നേരിടേണ്ടതായി വരുന്നതാണ്. വിചാരിക്കുന്ന കാര്യങ്ങളിലൊക്കെ പല വിധത്തിലുള്ള തടസ്സങ്ങളും അത് സാധ്യമാകാൻ കാലതാമസവും നേരിടേണ്ടി വരും. സാമ്പത്തികമായ നഷ്ടങ്ങൾ നേരിടേണ്ടി വരുന്നതാണ്. ജോലിയിലും കുടുംബത്തിലും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. ബിസിനസ്സിലും മറ്റും കൂടുതൽ പണം മുടക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ആകാവൂ. അല്ലാത്ത പക്ഷം അത് സാമ്പത്തിക പരാധീനതകൾ വരുത്തിവെക്കും. വ്യാപാര രംഗത്ത് അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ വന്നു ചേരും. സന്താനങ്ങൾക്ക് രോഗങ്ങൾ വന്നു ചേരും. കൃഷി, കന്നുകാലികൾ എന്നിവയിലൂടെ വരുമാന വർധനവുണ്ടാകുന്നതാണ്. ശാസ്ത്ര ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം അംഗീകാരങ്ങളും നേട്ടങ്ങളും ഉണ്ടാകും. 2023 തുടങ്ങിവെച്ച പല കാര്യങ്ങളും ഏറ്റെടുത്ത കരാർ ജോലികളും 2024 പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. ഭൂമിയുടെ ക്രയവിക്രയത്തിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടാകുന്നതാണ്. കർമ്മസ്ഥാനത്തേക്ക് വ്യാഴം മാറുന്നതിലൂടെ മെയ് മാസത്തിന് ശേഷം കർമ്മരംഗം പുഷ്ടിപ്പെടുന്നതാണ്. കൂടാതെ 5ാം ഭാവത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ മികവ് പുലർത്തി മുന്നോട്ട് പോകാൻ സാധിക്കും. ഇഷ്ടവാഹനം വാങ്ങുവാനും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ലഭിക്കുവാനും സാധിക്കുന്നതാണ്. ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാവുകയും കുടുംബത്തിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതുമാണ്. അലസത ഒഴിവാക്കി ശ്രദ്ധയോടെ പ്രവർത്തിക്കാത്ത പക്ഷം വഞ്ചനയിലും ചതിയിലും ചെന്ന് വിട്ടേക്കാം.
ദീർഘകാലമായി കാണാതിരുന്ന സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നതാണ്. ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമാണെങ്കിലും ഉദരരോഗങ്ങളും ജീവിതശൈലി രോഗങ്ങളും വന്നു ചേരുന്നതാണ്. ശരിയായ രീതിയിൽ ഭക്ഷണ ക്രമീകരണം നടത്തി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. സന്താനങ്ങളെക്കുറിച്ച് ഓർത്ത് മനസ്സിൽ വ്യാകുലതകൾ വർദ്ധിക്കുന്നതാണ്. വർഷമത്തിന് ശേഷം സാമ്പത്തികമായ ഞെരുക്കങ്ങൾ വന്നു ചേരും. വസ്തു, വീട് എന്നിവ പണയം വയ്ക്കേണ്ടതായ സാഹചര്യം വന്നു ചേരും. അലച്ചിരികളും കഷ്ടപ്പാടുകളും വർദ്ധിച്ചു വരുന്നതാണ്. കൃഷിയിൽ നിന്നും വേണ്ടത്ര പ്രയോജനം ലഭിക്കാതെ വരുന്ന സാഹചര്യമുണ്ടാകും. മക്കൾക്ക് ഉപരിപഠനത്തിന് അവസരം ലഭിക്കുന്നതിലൂടെ മനസ്സമാധാനം കൈവരും. പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിലൂടെ സാമ്പത്തിക സ്ഥിതി പൊതുവെ മെച്ചപ്പെടും. വിദേശ യാത്രകൾ സഫലമാകും. വർഷാവസാനത്തോടെ വസ്തു, വീട് എന്നിവ വാങ്ങുന്നതിന് സാധിക്കുന്നതാണ്. ദീർഘദൂര യാത്രകൾ കൂടുതലായി നടത്തേണ്ടി വരും. ചെലവുകൾ പൊതുവെ വർദ്ധിച്ചു വരുന്നതാണ്. ഭാഗ്യദേവതകൾ ധർമ്മശാസ്താവും ദുർഗയുമായ പൂയ നക്ഷത്രക്കാർക്ക് ദോഷകരമായി പറയുന്നത് കേതു, സൂര്യൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളാണ്. ഈ നക്ഷത്രക്കാർ ഹനുമാനെയും മഹാദേവനെയും ശ്രീകൃഷ്ണനെയും ഭജിക്കുന്നത് ജീവിത വിജയത്തിന് നല്ലതായി പറയുന്നു. ഇവരുടെ ബാല്യകാലം പൊതുവെ ക്ലേശകരമായിട്ടാണ് പറയപ്പെടുന്നത്. പലവിധത്തിലുള്ള അസുഖങ്ങളും അപകടങ്ങളും ഈ കാലഘട്ടത്തിലുണ്ടാകുന്നതാണ്. എന്നാൽ ജീവിതത്തിൻ്റെ മധ്യകാലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഏകദേശം 56 വയസ്സ് വരെ പൂയ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. പൂയ നക്ഷത്ര ജാതർ അനിഴം, ഉത്രട്ടാതി, പൂയ നാളുകളിൽ ക്ഷേത്ര ദർശനം നടത്തുകയും മകരമാസത്തിലെ പൗർണമി നാളിൽ ദുർഗാപൂജ നടത്തുകയും ശനിയാഴ്ച തോറും അരയാൽ പ്രദക്ഷിണം നടത്തുന്നതും ഉത്തമമായി പറയുന്നു.